അങ്കാരിപ്പടയെ അരിഞ്ഞു വീഴ്ത്തി ടീം ഇന്ത്യ. കോഹ്ലി മുൻപിൽ നിന്ന് നയിച്ച ദുബായിൽ നടന്ന സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ തുടർച്ചയായ 3ാം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ. കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിന്റെ തോൽവിക്ക് മധുര പ്രതികാരം തീർക്കാൻ രോഹിത്തിനും സംഘത്തിനും സാധിച്ചു. ഇതോടെ ICCയുടെ 4 ടൂർണമെന്റിന്റെ ഫൈനലിലോട്ട് ടീമിനെ നയിച്ച ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ രോഹിത്തിന് സാധിച്ചു. മത്സരത്തിൽ ടോസ് കിട്ടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3ാം ഓവറിൽ തന്നെ കൂപ്പറിനെ ഡക്കിന് പുറത്താക്കി ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ഷമി സമ്മാനിച്ചത്. ഒരിക്കൽ കൂടെ ഹെഡ് ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കിയപ്പോൾ 39 റൺസ് താരം സ്വന്തമാക്കി. എന്നാൽ തന്റെ ആദ്യ ഓവറിൽ തന്നെ ഹെഡിനെ പുറത്താക്കി വരുൺ ഇന്ത്യയെ മത്സരത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് 56 റൺസിന്റെ പാർട്ണർഷിപ്പ് സ്മിത്തും മാനസും കൂട്ടിച്ചേർത്തു. മാനസിനെ പുറത്താക്കി ജഡേജ തിരിച്ചടിച്ചു. അപകടകാരിയായ ഇംഗ്ലീഷിനെയും ജഡേജ പുറത്താക്കിയപ്പോൾ ഓസ്ട്രേലിയ 144-ന് 4 എന്ന നിലയിലോട്ട് തകർന്നു. എന്നാൽ മറ്റൊരു 50 റൺസ് കൂട്ടുകെട്ടുമായി ക്യാരിയും സ്മിത്തും തകർത്തടിച്ചു. 73 റൺസ് നേടിയ സ്മിത്തിനെ ഷമിയും 7 റൺസിന് മാക്സ്വെല്ലിനെ അക്സർ പട്ടേലും പുറത്താക്കിയപ്പോൾ ഓസ്ട്രേലിയ വീണ്ടും തകർന്നു. തകർത്തടിച്ച ക്യാരി 57 പന്തിൽ 61 റൺസ് നേടിയപ്പോൾ താരത്തെ ഒരു മികച്ച റണ്ണൌട്ടിലൂടെ ശ്രേയസ് മടക്കി. ഒടുവിൽ ഓസ്ട്രേലിയൻ ഇന്നിംഗ്സ് 264-ന് അവസാനിച്ചു. ഇന്ത്യക്ക് വേണ്ടി ഷമി 3-ഉം വരുണും ജഡേജയും 2 വിക്കറ്റ് വീതവും സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗിൽ മികച്ച ഫോമിലുള്ള ഗില്ലിനെ ബെൻ 8 റൺസിന് പുറത്താക്കിയപ്പോൾ ഓസ്ട്രേലിയക്ക് മികച്ച തുടക്കം ലഭിച്ചു. 2 ലൈഫ് കിട്ടിയിട്ടും രോഹിത് കൂപ്പറിന് മുൻപിൽ വീണപ്പോൾ ഇന്ത്യ 43-ന് 2 എന്ന നിലയിൽ തകർന്നു. ഒരിക്കൽ കൂടെ മറ്റൊരു സെമി ഫൈനൽ ദുരന്തം ഇന്ത്യ മുൻപിൽ കണ്ടു. എന്നാൽ 3ാം വിക്കറ്റിൽ കൂടി ചേർന്ന കോഹ്ലി ശ്രേയസ് അയ്യർ സഖ്യം നേടിയ 91 റൺസ് പാർട്ണർഷിപ്പ് മത്സരത്തിൽ നിർണായകമായി. അയ്യർ പുറത്തായപ്പോൾ വന്ന അക്സർ കൂടെ 27 റൺസ് കൂട്ടിച്ചേർത്തപ്പോൾ 44 റൺസിന്റെ പാർട്ണർഷിപ്പാണ് താരം കോഹ്ലിയുമായിട്ട് കൂട്ടിച്ചേർത്തത്. പിന്നീട് വന്ന രാഹുൽ 42 റൺസോടെ പുറത്താകാതെ നിന്നു. ഒരിക്കൽ കൂടെ ചേസിംഗിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരം താനാണെന്ന് കോഹ്ലി തെളിയിച്ചപ്പോൾ താരത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സിൽ ഒന്നാണ് താരം കാഴ്ചവെച്ചത്. മാക്സ്വെൽ കളഞ്ഞ കോഹ്ലിയുടെ ക്യാച്ച് നിർണായകമായി. 84 റൺസാണ് കോഹ്ലി മത്സരത്തിൽ നേടിയത്. ഒടുവിൽ ഹാർദിക്കും രാഹുലും അവസാനം തകർത്തടിച്ചപ്പോൾ 11 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നു. ഇന്ത്യക്ക് 4 വിക്കറ്റ് വിജയം. കോഹ്ലി തന്നെയാണ് ഈ നിർണായക മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച്. മികച്ച ഒരു മത്സരമാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത്. വിട്ടുകൊടുക്കാൻ ഇരു ടീമുകളും തയ്യാറാകാതെ ഇരുന്നപ്പോൾ കോഹ്ലിയുടെ മാജിക്കൽ ഇന്നിംഗ്സ് ആണ് കളിയുടെ വിധി തീരുമാനിച്ചത്. ഏകദിന ക്രിക്കറ്റിൽ ചേസിംഗിൽ കോഹ്ലി പകരം വെക്കാൻ സാധിക്കാത്ത ഒരു പ്രതിഭയാണെന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചപ്പോൾ അർഹിച്ച സെഞ്ചുറിയാണ് താരത്തിന് നഷ്ടമായത്. ഞായറാഴ്ച ദുബായിൽ തന്നെയാണ് കലാശ പോരാട്ടം. 2017 ഫൈനലിൽ കൈവിട്ട ആ കിരീടം തിരിച്ചു പിടിക്കാൻ ഇനിയൊരു വിജയത്തിന്റെ ദൂരം മാത്രം. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.